ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് മുത്തുകൾ കൊണ്ടുള്ളൊരു കളിയാണ്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു നെക്ലേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള പലരും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പലപ്പോഴും ഒരു പ്രോഗ്രാമിന് വേണ്ടി ഡ്രസ്സ് ഇടുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഒന്നെങ്കിൽ ജ്വല്ലറീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടം തോന്നിയിട്ട് ചില കമ്മലും മാലയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന് പറ്റിയ ഡ്രസ്സോ കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ജ്വല്ലറി മേക്കിങ് എനിക്ക് എന്തുകൊണ്ടും അതുകൊണ്ട് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈൻസിൽ നമുക്ക് ഒരുവിധം ജ്വല്ലറീസൊക്കെ ആണെങ്കിൽ നമുക്കുള്ള വളയായിക്കോട്ടെ മാലയായിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ലല്ലോ, സിമ്പിളാണ്, കുറച്ചുകൂടി കുഴപ്പമില്ലല്ലോ എന്നൊരു സാധനം തോന്നി. അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ ഈ ഒരു ജ്വല്ലറീസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഹെയർ ബാൻഡ്, കിഡ്സിന് ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡ്, അതുപോലെ ബ്രേസ്ലെറ്റ്, അതൊക്കെ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നി. നമുക്ക് നമ്മുടെ ഡ്രസ്സിന് തന്നെ അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ളതും നല്ലതായിട്ടുള്ളതുമായിട്ടുള്ള ഒരുവിധം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് തോന്നി. അപ്പം അങ്ങനെ ഒരുവിധം ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊക്കെ ഔട്ട്പുട്ടും ബെറ്ററായിട്ട് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ഔട്ട്പുട്ട് തരുന്ന, നല്ലൊരു ഭംഗിയുള്ളൊരു ഔട്ട്പുട്ട് തരുന്നൊരു ഡിസൈനുമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മേക്ക് ചെയ്തതാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അതിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഇങ്ങനെ ഓരോ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബീഡ്സ് നമ്മൾ ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഈ ഗ്ലൂ ബീഡ്സിലൊക്കെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ ബീഡ്സ് ചില സമയത്ത് നമ്മൾ പിടിച്ചു കൊടുത്തിക്കേണ്ട കിട്ടത്തില്ല ഇതിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊക്കെ ഒരു ക്ഷമ വേണം, എന്നാലും ഇത് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് 4 ഫ്ലവർ ഷേപ്പിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെ കട്ട് എടുത്ത് ഇത് പിന്നെ ഐപ്പിൻ വെച്ചിട്ട് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ ഡിസൈനാണിത്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഡിസൈൻ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക. സോ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം.